السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن أبي قتادة الحارث بن ربيعي رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم مر عليه بجنازة. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോകപ്പെട്ടു. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹു മിൻ. അദ്ദേഹം മുസ്തരീഹാണ്, അദ്ദേഹത്തിൽ നിന്ന് ഇസ്തിറാഹത്ത് എടുക്കപ്പെടുന്നുണ്ട്, അദ്ദേഹം വിശ്രമിക്കുകയാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വിശ്രമം എടുക്കപ്പെടുന്നുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൽ മുസ്തരീഹു വൽ മുസ്തറാഹു മിൻ. റസൂലേ, എന്താണ് അങ്ങ് മുസ്തരീഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മുസ്തറാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? വിശ്രമം എടുക്കുന്നവനാണ്, അതല്ല അല്ലെങ്കിൽ വിശ്രമം എടുക്കപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസബിദ് ദുനിയ വ അദാഹ ഇലാ റഹ്മത്തില്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യനാണ് അവിടെ മരണപ്പെട്ടത് എങ്കിൽ ആ മനുഷ്യൻ ദുനിയാവിൻ്റെ എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഇസ്തിറാഹത്ത് എടുക്കുകയാണ്, അവൻ റാഹത്ത് എടുക്കുകയാണ്. പക്ഷേ വൽ അബ്ദുൽ ഫാജിറു, എന്നാൽ തെമ്മാടിയായ ഒരു മനുഷ്യനാണ് മരണപ്പെട്ടത് എങ്കിൽ യസ്തരീഹു മിൻഹു അൽ ഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബു. അവനിൽ നിന്ന് അടിമകളും നാടുകളും അതുപോലെ തന്നെ മരങ്ങളും മൃഗങ്ങളും എല്ലാം അവനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്തിറാഹത്ത് എടുക്കുന്നുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഒരു മുഅ്മിനിന്റെ മരണം അവൻ്റെ മരണമാകേണ്ടത് അവൻ ഇസ്തിറാഹത്ത് എടുക്കുന്ന അവസ്ഥയിലാണ് ആകേണ്ടത്. അതല്ലാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന രൂപത്തിലാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നത് എങ്കിൽ നമ്മളൊരു ഫാജിറാക്കിക്കൊണ്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമുക്കറിയാം, ഏതൊരാളും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ആളും അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളും എല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മരണമുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ജനിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ വിട പറയുന്നത് പോലെ ആയിരിക്കണം നമ്മൾ വിട പറയേണ്ടത്. അതല്ലാതെ നമ്മളെ കൊണ്ട് ശല്യം തീർന്നു എന്ന് മറ്റുള്ള ആളുകൾ പറയുന്ന രൂപത്തിലേക്ക് ആവരുത് എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.